നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ കൂടി പൊലിഞ്ഞു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയം സ്വദേശി പാലാട്ടിൽ അബ്രഹാമിനും കാട്ടാന ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്വദേശി വത്സയ്ക്കുമാണ് ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളി വനമേഖലയിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് വത്സയെ ആന ആക്രമിച്ചത്. കൃഷിയിടത്തിൽ വെച്ചാണ് കോഴിക്കോട് കക്കയം സ്വദേശിയായ അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. മനുഷ്യജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് തടഞ്ഞു. കാട്ടുപോത്തിനെ മയക്കുവെടിവെക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി AK ശശീന്ദ്രൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം 48 മണിക്കൂറിനുള്ളിൽ നൽകും. വന്യജീവി ആക്രമണമുണ്ടായ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിന്റെ സഹായധനം 48 മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിഷ്ക്രിയത്വമാണ് സർക്കാർ മുഖമുദ്രയെന്നും വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വയനാടും ഇടുക്കിയിലും ഇപ്പം തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, പശുവിനെ കടന്നാണ് പലരും ജീവിക്കുന്നത്, പാല് വിറ്റ്. ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭീതിയാണ്. ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അതുപോലെ കാട്ടുപന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്തിറങ്ങുന്നു, കടുവയിറങ്ങുന്നു. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. കൂരാച്ചൂരിൽ നാളെ LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ ആക്രമിച്ച കാട്ടാന ഒരു സ്ഥിരം പ്രശ്നക്കാരനാണല്ലോ, ആ നിലയ്ക്ക് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ ആ മേഖലയിലുള്ളവർ നേരത്തെ തന്നെ. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? വരുന്നതിന് മുമ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതായത് ഇവർ പ്രധാനമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ 3 ആവശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. എന്തായാലും MP നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? ഇവർ പറയുന്നത്, അതായത് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റണമെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെക്കണം ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഞങ്ങൾ ഇതിപ്പോൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേരളത്തെ മൊത്തം നടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഒരു മുൻകരുതൽ എടുക്കുന്നതിനോ അല്പമെങ്കിലും സജീവമാകാനോ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ നിഷ്ക്രിയത്വമാണ് ഗവൺമെൻറ്. ഈ നിഷ്ക്രിയത്വം ഇനിയും തുടർന്നാൽ വീണ്ടും ഇത്തരം ഞങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ദാരുണമായ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് നടത്തണം. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഉറപ്പ് ലഭിക്കണം. 1, ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കണം, ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കണം. 2, ഇവർ പോയി ഞങ്ങളിപ്പോൾ ആ മൂപ്പരുമായി സംസാരിച്ചു. അവർ സ്ഥിരമായി ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി മരോട്ടിക്ക പറക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ പോകാറുള്ളത്. സ്ഥിരം അവിടെ പോകാറുണ്ട്. അവിടെ വെച്ചാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആദിവാസി സുഹൃത്തുക്കൾ അവരുടെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടി സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളിൽ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വന്യമൃഗ ശല്യങ്ങളെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള RR ടീമിനെ അവിടെ സ്ഥിരമായി വിന്യസിപ്പിക്കണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെൻസിങ് നടപ്പാക്കണം. ഈ 3 ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ 3 ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നങ്ങളുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഉന്മേഷ് ഇവർ പറയുന്നത്. അതായത് 3 ആവശ്യങ്ങൾ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അതിൽ 1, ഇവർക്ക് നഷ്ടപരിഹാരം, അതായത് ഈ മരിച്ച വത്സയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഈ കാട്ടാനയുടെ ആക്രമണം തടയുന്നതിന് ശാശ്വതമായ പരിഹാരം വേണം. പോസ്റ്റ്മോർട്ടം അത് ചാലക്കുടി താലൂക്ക് എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് വയ്ക്കുന്നത്. എന്നാൽ മാത്രമാണ് ഈ ആശുപത്രിക്ക് മുന്നിൽ ഇവർ നടത്തിവരുന്ന പ്രതിഷേധം വലിയ രീതിയിൽ പ്രവർത്തകരും നേതാക്കളും എല്ലാം ആശുപത്രിയിൽ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത്. അതായത് ഇപ്പോൾ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ MP ബെന്നി ബെഹനാൻ ഉണ്ട്, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ
രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ശരി, നേരത്തെ സൂരജ് തുടരുക. സൂരജ് സജ്ജിയാണ് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. അത് മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലടക്കം ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളുണ്ട് മലയോര മേഖലയിൽ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം മലപ്പുറം DCCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ് മലപ്പുറത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണു എന്നുള്ള വാർത്ത കൂടി വരുന്നു. തുവിയൂർ സ്വദേശിനി എലിസബത്താണ് കിണറ്റിൽ വീണതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിവരങ്ങൾ മാറ്റിരുന്നുണ്ട്. ഷഹദ്, ഈ മലപ്പുറത്തും ഒട്ടേറെ സ്ഥലങ്ങളിൽ വന്യജീവാക്രമണങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂർ അടക്കമുള്ള മലയോര മേഖലകളിൽ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ ഈ DCCയുടെ പ്രതിഷേധ പ്രകടനം ഷഹദ്? തീർച്ചയായും ഉന്മേഷ, അല്പസമയം മുൻപ് ഇത്തരത്തിൽ മലപ്പുറം DCCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ വന്യജീവി ആക്രമണം അത് അതിവ്യാപകമായി സംസ്ഥാനത്തുടനീളമുണ്ട്. മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഈ മരണവുമായി ബന്ധപ്പെട്ട UDF നേതാക്കൾ നടത്തിയ സമരം, ആ സമരത്തിൽ പോലീസ് സ്വീകരിച്ച നടപടി, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മലപ്പുറത്ത് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമായിട്ട് നഗരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്റ്റാച്യുവിന്റെ മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അവിടെ പ്രസംഗം ഒക്കെ ഉൾപ്പെടെയുള്ള സാധാരണ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് അല്പസമയം ഈ നടു റോട്ടിലിരുന്ന് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ സമരം അനുനയിപ്പിച്ച ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ശരി ഷഹദ്, ഏതായാലും അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. മലപ്പുറത്തും പ്രതിഷേധ പ്രകടനം നടന്നു. ഷഹദ് റഹ്മാനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. രാഹുൽ സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് കർഷകൻ കൃഷിയിടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത്. നാളെ LDFന്റെയും UDFന്റെയും ഹർത്താലുണ്ട്. നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്നുള്ള ഉറപ്പാണോ ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് രാഹുൽ? തീർച്ചയായിട്ടും ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുന്നത്. എബ്രഹാം, അതായത് അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. പ്രാദേശികമായി ചികിത്സ നൽകിയ ശേഷം കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. ഇതാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന പ്രതിഷേധമാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ തുടർച്ചയായി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കണമെന്നാണ് ഈ ആവശ്യത്തിൽ പറയുന്നത്. തുടർന്ന് വാക്കാലുള്ള ഉറപ്പ് നൽകുകയായിരുന്നു ജില്ലാ കളക്ടർ. അതിന് പിന്നാലെയാണ് 1 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ എബ്രഹാമിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഒരു പ്രതിഷേധ സൂചന DCC നൽകുന്നുണ്ട്. അതായത് ഈ എബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലിയും ഒപ്പം തന്നെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകിയില്ലെങ്കിൽ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അബ്രഹാമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകില്ല എന്ന കാര്യം പ്രതിഷേധ സൂചകമായി ഇപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം എബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലാണ് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. LDFും ഈ സമാനമായ പ്രശ്നത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് കക്കയത്തെ DFO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി രാഹുൽ സുരേഷ്, തുടരുക. കൂടുതൽ വന്യജീവി വാർത്തകൾ വരുന്നുണ്ട്. പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണു എന്ന വാർത്ത വരുന്നു. തുവിയൂർ സ്വദേശി എലിസബത്താണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് എലിസബത്തിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ ഇന്ന് ഉച്ചയോടുകൂടിയാണ് നടുക്കിയ സംഭവം നടന്നത്. ഈ സ്ത്രീ പുറത്തു നിൽക്കുകയായിരുന്നു, എലിസബത്ത് ബാബു എന്ന സ്ത്രീ പുറത്തു നിൽക്കുകയായിരുന്നു. ഈ സമയമായിരുന്നു കാട്ടുപന്നി പ്രദേശത്തുകൂടി വന്നത്. എന്തായാലും കാട്ടുപന്നി ഓടിയെത്തുന്നത് കണ്ട് പ്രദേശത്തേക്ക് മാറുകയായിരുന്നു ആ സ്ത്രീ. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് കിണറ്റിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ആൽമറയൊക്കെയുള്ള കെട്ടിപ്പൊക്കിയ ഒരു കിണറായിരുന്നു, അതിന്റെ മുകളിലൂടെയാണ് താഴേക്ക് വീണത്. എന്തായാലും ഗുരുതരമായി പരിക്കുകളേറ്റിട്ടുണ്ട്. കിണറ്റിൽ കാര്യമായ ആഴത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പറയുന്നത്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ എലിസബത്തിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ അതിനുശേഷം വീണ്ടും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ താഴേക്ക് ഇറങ്ങി ഇവരെ രക്ഷപ്പെടുത്താനായി. എന്തായാലും അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണെന്നും ഇതിനു മുൻപും സമാനമായ രീതിയിൽ കൃഷിയും അതുപോലെ തന്നെ ആളുകൾക്ക് നേരെയും കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തര പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്തായാലും എലിസബത്ത് ബാബുവിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, പക്ഷേ കൈക്കും കാലിനും ഒക്കെ ഗുരുതരമായ പരിക്കുകളേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, പത്തനംതിട്ട അടൂരിലാണ് കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണത്. ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. സംസ്ഥാനത്ത് ഇന്ന് 2 പേർക്കാണ് ജീവൻ നഷ്ടമായത് വന്യജീവി ആക്രമണത്തിൽ. അതിരപ്പള്ളിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൃഷിയിടത്തിൽ വെച്ചാണ് കർഷകന് ജീവൻ നഷ്ടമായത്. നമ്മൾ ആദ്യം പോകുന്നത് സൂരജ് സജിയിലേക്കാണ്. സൂരജ് സജി ചാലക്കുടിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നിലവിലും അവിടെ പ്രതിഷേധങ്ങൾ തുടരുകയാണോ ആശുപത്രിയിൽ? തീർച്ചയായും ഉന്മേഷ്, എനിക്ക് പിന്നിൽ കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും എല്ലാവരും സംഘടിച്ച് നിൽക്കുന്നതാണ്. ഇവർ പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതായത് ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം അത് പ്രഖ്യാപിക്കണം, അത് ഉന്നത ഉദ്യോഗസ്ഥർ എത്തി തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ അതിരപ്പള്ളി മേഖലയിൽ ഈ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് ഫെൻസിംഗ് അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ഉന്നത അധികാരികൾ, അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തി ഉറപ്പ് നൽകിയാൽ മാത്രമാണ് തങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയുകയുള്ളൂ. എത്ര രാത്രിയായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് പറയുന്നത് ഈ ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് തൊഴിലെടുത്ത് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇന്ന് മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വത്സയും അതുപോലെ തന്നെ വാച്ചുമരം കോളനിയിലെ രാജൻ, ഊരുമുപ്പനായിട്ടുള്ള രാജനും ഈ കാടിനകത്തേക്ക് പോകുന്നത്. അവിടെ വച്ചാണ് ഈ ഒറ്റയാൻ അവിടെ എത്തുന്നതും ഇവരെ ആക്രമിക്കുന്നതും. രാജൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു, പക്ഷേ വത്സ കല്ലിൽ തട്ടി താഴെ വീഴുകയായിരുന്നു. ആ സമയത്താണ് ആന തുമ്പിക്കൈ കൊണ്ട് ഇവരെ ചുറ്റിയെടുത്ത് നിലത്തേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവിടെ നിന്ന് ഇവരെ ഈ കാടിന് പുറത്തേക്ക് എത്തിച്ചെങ്കിൽ പോലും ഇവർ പ്രധാനമായും, അതായത് MLA അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന ആരോപണം, ഈ ചികിത്സ കിട്ടുന്നതിൽ അല്ലെങ്കിൽ ചികിത്സ ഉറപ്പാക്കുന്നതിൽ പോലും വലിയ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ ആംബുലൻസ് ഉൾപ്പെടെ അഭ്യർത്ഥിച്ച് വിളിച്ചെങ്കിൽ പോലും ഈ മേഖലയിൽ ആംബുലൻസ് ലഭ്യമായിരുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീപ്പിൽ കയറ്റിയാണ് ഇവരെ വാഴച്ചാലിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ വാഴച്ചാലിലേക്ക് എത്തിക്കുമ്പോഴേക്കും വത്സയുടെ ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഈ ആംബുലൻസിൽ കയറ്റിയാണ് മൃതദേഹം ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ പോലും വ്യക്തമാണ്. ഇവരെ ആദ്യം ജീപ്പിൽ എത്തിക്കുന്നു, പിന്നീട് ഈ മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ടേക്ക് മാറ്റുന്ന എല്ലാം നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെ ഇവർ ഉയർത്തുന്ന വലിയ വീഴ്ച അത് പോലീസിന്റെ ഭാഗത്തുനിന്ന്, വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒറ്റയാനെ നിരീക്ഷിക്കുന്നതിലടക്കം ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനകളെ നിരീക്ഷിക്കാൻ പോലും വനംവകുപ്പ് തയ്യാറാകാത്ത ഒരു സാഹചര്യം. വനംവകുപ്പിന് കൃത്യമായ വാഹനങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങളോ പോലും ഇല്ല. അതിരപ്പള്ളിയിൽ RRT സംഘത്തെ നിയോഗിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു 2 വയസ്സുകാരി ആനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സമയത്ത് ഉറപ്പ് നൽകിയതാണ്. അത്തരത്തിൽ ഉറപ്പ് നൽകിയ ഒരു തീരുമാനങ്ങളും നടപ്പാക്കാത്ത ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സൂരജ്, ഇപ്പോഴും ചാലക്കുടി ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് കർഷകന് കൃഷിയിടത്തിൽ വെച്ച് ജീവൻ നഷ്ടമായത്. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. സമീർ C. മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും മറ്റ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് എബ്രഹാമിന് നേരെ ഉണ്ടായിട്ടുള്ളത്.
കക്കയം സൈറ്റ് ഡാമിനോട് ചേർന്ന ഭാഗത്താണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം. ആ കൃഷിയിടത്തിലെത്തിയാണ് കാട്ടുപോത്ത് ആക്രമിക്കുകയും ഇപ്പോൾ ഈ മധ്യവയസ്കനായ ഈ ഗൃഹനാഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ കക്കയം ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി MLA സച്ചിൻ ദേവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് തിരിച്ചയച്ചു എന്നാണ് പ്രദേശവാസികളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. ആ കാട്ടുപോത്ത് തന്നെയാണോ ഈ ആക്രമണം നടത്തിയതെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ശരി സമീർ, ഏതായാലും കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക് ഇനി അപ്പോൾ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. രാഹുൽ സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അവിടെ നേരത്തെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നീട് അനനയത്തിന്റെ രീതിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. നിലവിൽ എന്താണ് സ്ഥിതി രാഹുൽ? ഉന്മേഷ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ ശാന്തമാണ് കാര്യങ്ങൾ. സമീർ സൂചിപ്പിച്ച പോലെ തന്നെ കക്കയത്താണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. നിലവിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധ സാധ്യത നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നില്ല. നാളെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് നമ്മൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അറിഞ്ഞത് നാളെ മൃതദേഹവുമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ തീരുമാനം അല്പസമയത്തിനുള്ളിൽ വരുമെന്നും അവർ അറിയിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്, അല്പസമയത്തിന് മുമ്പ് നമ്മൾ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, കഴിഞ്ഞ 3 ദിവസമായി ഈ കൂരാച്ചുണ്ടിലും കക്കയത്തും ഉൾപ്പെടെ കാട്ടുപോത്ത് നാട്ടിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇത് പലതവണ ജില്ലാ ഭരണകൂടത്തെയും വനം വകുപ്പിനെയും അറിയിച്ചതാണ്. രേഖാമൂലം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം രേഖാമൂലം അറിയിച്ചതാണ്. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. അതാണ് ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ പൊലിയുന്ന കാര്യത്തിലേക്ക് എത്തിയതെന്നാണ് പഞ്ചായത്ത് ആരോപിക്കുന്നത്. അത് അല്പം മുമ്പ് അവർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ വനം വകുപ്പിന്റെ വിശദീകരണം, ഈ മയക്കുവടി വെക്കേണ്ട ടീം നിലവിലുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മയക്കുവടി വെക്കേണ്ട ടീം വയനാട്ടിലുള്ളതാണ് നിലവിൽ ഇവിടെ കാര്യങ്ങൾ വൈകാൻ കാരണമായതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം കോതമംഗലത്തിന് കണ്ടതിന് സമാനമായ പ്രതിഷേധം. ശരി രാഹുലെ, ഏതായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. സൂരജ് സജിയിലേക്ക് ഒരിക്കൽ കൂടി. സൂരജ്, നേരത്തെ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, നിലവിലെ സ്ഥിതി എന്താണ്? ഉന്മേഷ്, എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ദേവൻ ഇപ്പോൾ ഈ ചാലക്കുടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ ഇപ്പോൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ, ആന ചവിട്ടിക്കൊന്നാലും മനുഷ്യരെ പിന്നെ കൊന്ന് തള്ളിയാലും ഇവിടെ ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയാണെന്ന് ഈ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. ഞാനിപ്പോൾ ആ അമ്മയുടെ ശവശരീരം കണ്ടിട്ട് വരികയാണ്. അത് ഒരു മനുഷ്യന് എത്രയോ സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരുപാട് സമയത്ത് ഈ കാട്ടിലെ ആന പുറത്തിറങ്ങുന്നു. അത് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളല്ല, വർഷങ്ങളായിട്ടുണ്ട്. അതിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ടുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ആന ചവിട്ടിയാലും ശരി, മനുഷ്യന്മാർ അടിച്ചു കൊന്നാലും ശരി, ഒരു മനുഷ്യനും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കേരളത്തിലെ ഒരു അരക്ഷിതാവസ്ഥയാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അതിനൊരു പരിഹാരം കാണണ്ടേ? എനിക്ക് തോന്നുന്നത് ജനങ്ങളെല്ലാം ഇറങ്ങണമെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത്, ഒരു വിദ്യാർത്ഥിയെ, അതും വെറ്ററിനറി കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയെ
കൊല ചെയ്ത ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഒരു മനുഷ്യന് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധിയും അതിനെ പ്രതികരിച്ച് കണ്ടില്ല. ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞ് ഓടി വന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു ആന ചവിട്ടിക്കൊന്ന് അല്ല, ഈ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ എത്ര കണ്ടതാ. എല്ലാത്തിനും പ്രതിഷേധങ്ങളാണ്, പക്ഷെ ഒരു പ്രതിവിധി കാണുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കും അങ്ങോട്ട്, അവിടെ ഭയങ്കര പ്രതിഷേധമാണ്. പക്ഷെ നമുക്ക് ആവശ്യം പ്രതിവിധിയാണ്. എങ്ങനെ മനുഷ്യന്റെ ജീവൻ എങ്ങനെ നമ്മൾ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഒരു മനുഷ്യന്റെ ജീവന് ഒരു വിലയില്ലാതെ മാറിയിരിക്കുന്നു. അതിന് നമ്മുടെ ജനങ്ങൾ, രാഷ്ട്രീയമായ ഭേദങ്ങളില്ലാതെ ജനങ്ങൾ, ജാതിമത ചിന്തകളില്ലാതെ ജനങ്ങൾ ഇതിനെ കയ്യിലെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം, അതായത് ഈ ആശുപത്രിക്ക് മുന്നിലെ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ ആശുപത്രിക്ക് മുന്നിൽ അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. MLAയും MP ഒക്കെ അവിടെ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല, വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയം എന്നാണ് അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവ് നേരത്തെ ആരോപിച്ചത്. ഏതായാലും പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് 2 ഇടങ്ങളിലാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായത്. അതിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു. തൃശൂർ അതിരപ്പള്ളി മേഖലയിലും മറ്റൊന്ന് കോഴിക്കോട് കക്കയത്തും. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിൽ വെച്ചാണ് കർഷകന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളി വനമേഖലയിലാകട്ടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ഒരു മൂപ്പന്റെ ഭാര്യയെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ 2 ജീവൻ കൂടി പൊലിയുന്ന സാഹചര്യം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി കാണാം. SK നെത്തും. നമസ്കാരം.